സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ വന്ന് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? തന്നെ ഞാൻ കാശ് മേടിച്ചോ? എന്റെ കാശ് മേടിച്ച് എന്നെ പെരുവഴിയിലാക്കി എന്ത് കുറയ്ക്കുന്നോടി? ഇതേണ്ടേ കാര്യമൊക്കെ കാര്യം. എന്റെ അമ്മയെ തൊട്ടാലുണ്ടല്ലോ, തന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞാനൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. വീട്ടിലെ അവസ്ഥയൊക്കെ സാറിന് അറിയാമല്ലോ. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. മോളുടെ പഠിപ്പ് ഏതാണ്ട് മുടങ്ങുന്ന ഒരവസ്ഥയിലാണ്. ചേട്ടനുള്ളപ്പം പഠിപ്പിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലായിരുന്നു. ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, വേറെ ആരും ഇല്ല സഹായിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നത്. സാറ് പോലീസിലല്ലേ വർക്ക് ചെയ്യുന്നത്. സാറിൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലോൺ എടുത്ത് തരാൻ പറ്റുമോ? ഒരു 5 ലക്ഷം രൂപയും കൂടി ഇനി അടയ്ക്കണം. എൻ്റെ അമ്മ, ഞാൻ ഈ വീട് വെച്ചതുപോലെ ലോൺ എടുത്താ എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. പെയിൻ്റ് എല്ലാം പോയിട്ട് അതടിക്കാൻ പോലും കാശില്ല. പിന്നെ ഇതിൻ്റെ പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിയുമ്പം കിട്ടുന്ന പൈസ ഉണ്ടോ ഞങ്ങൾ കാര്യങ്ങൾ നടന്ന് അച്ഛൻ്റെ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. സാറ് അങ്ങനെ പറയല്ലേ സാറേ. എനിക്ക് വേറെ ആരും ഇല്ല പോയി ചോദിക്കാൻ. അദ്ദേഹത്തിൻ്റെ നല്ലൊരു സുഹൃത്തെന്ന നിലയില്ല ഞാൻ സാറിനോട് വന്ന് ചോദിച്ചത്. സാറ് കൈവിടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഏട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോളെ ഒരു ഡോക്ടറാക്കി കാണണമെന്ന്. 5 ലക്ഷം രൂപയുടെ ഒരു കാര്യത്തിൽ അത് മുടങ്ങി പോരുതെന്ന് വിചാരിച്ചിട്ട്. കഷ്ടമുണ്ട് സാറേ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. മോടെ കോഴ്സ് കഴിഞ്ഞ് എത്ര വർഷമുണ്ട്? 2 വർഷം കൂടെ ഉണ്ടെങ്കിലേ. 2 വർഷമുണ്ട്. ഒരു കാര്യം ചെയ്യ്, മോള് വിഷമിക്കണ്ട, ഞങ്ങൾ ശരിയാക്കി തരാം. നിങ്ങൾ പൊക്കൊന്നു. രമ്യേ, എന്താ സാറേ ഇങ്ങോട്ടായിട്ട് വന്നതാണോ? ഞാൻ 2 ദിവസത്തിന് മുന്നേ ലോണൊക്കെ അടച്ചായിരുന്നല്ലോ. ലോണിന്റെ കാര്യമൊന്നും വന്നല്ല രമ്യേ, ഞാൻ ഇപ്പോൾ സമൻസ് കൊടുക്കാണ്ട് വന്നാ. പിന്നെ മോള് 2-3 ദിവസം വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അവളെ ഒന്ന് കണ്ടു വെച്ച് വന്നാ. പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു മോളെ? കുഴപ്പമില്ലെങ്കിലേ, ഇനി 1 വർഷം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പ്രാക്ടീസിന് കയറാം. നല്ലതായിട്ട് പഠിക്കണം. നിന്റെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അവൻ എപ്പോഴും പറയാം മോളെ പഠിപ്പിച്ച് വലിയ ആളാക്കണം നമുക്ക്. പിന്നെ താമസമൊക്കെ കുഴപ്പമൊന്നുമില്ല. രമ്യ എന്നാ പോട്ടെന്നേ. വാ സാറ് കയറി ഇരിക്കും, ചായ കുടിച്ചിട്ട് വാ. ഇല്ല രമ്യ, അത് വേറെ ദിവസമാണ്. അല്ല കുടിച്ചിട്ട് വാ. ഞാൻ ഡ്യൂട്ടിയില്ല, അതുകൊണ്ടോ. ശരി എന്നാ. രഞ്ജിത്തെ, നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു പോലീസുകാരനെ ഞാൻ കണ്ടായിരുന്നേ. അപ്പോൾ അയാൾ പറഞ്ഞു നിനക്ക് 5-8 മാസമായി ശമ്പളം കിട്ടിയിട്ടുണ്ട്. എന്താ കാര്യം? ആ രമ്യ പൈസ അടയ്ക്കുന്നില്ലയോ? ഒന്നും പറയണ്ട അച്ഛാ, ആദ്യമൊക്കെ കറക്റ്റായിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളം അടയ്ക്കുന്നില്ല. എന്തോ ചെയ്യുന്ന എനിക്ക് പിടിയും കിട്ടുന്നില്ല. എന്തോ ചെയ്യാനാ, ഒന്നും അറിയാൻ വയ്യ. മോളെ രമ്യേ. അച്ഛനായിരുന്നോ? എന്താ ഈ വഴിക്ക്? ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതാ മോളെ. ആ ലോണിൻ്റെ കാര്യം പറയാൻ വന്നതാന്നേ. അവനിപ്പോൾ ഇച്ചിരി വലിയ ബുദ്ധിമുട്ടില്ല. ആ ലോണിപ്പോൾ 1.5 വർഷമായില്ലയോ. അതെങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് അടച്ചു തീർക്കും മോളെ. അല്ല, അത് മനഃപൂർവ്വം അടയ്ക്കാത്തതല്ല. ലോൺ എടുത്ത തുക പോരാഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചെടുത്തുനിന്ന് കടവും കൂടെ ഒക്കെ വാങ്ങിച്ചാൽ ഇപ്പം മോളുടെ കാര്യങ്ങൾക്കൊക്കെ നോക്കുന്നത്. അപ്പം അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് കുഞ്ഞിന് ചെറുതായിട്ട് ജോലിയൊക്കെ ശരിയാവും. അത് കഴിഞ്ഞിട്ട് അടയ്ക്കാം. മോളെ, ഞങ്ങൾ വീട് വെക്കാൻ വേണ്ടി എടുത്ത ലോണ്, അതുകൂടാതെ രമ്യയ്ക്ക് എടുത്തു തന്ന ലോൺ, ഇത് രണ്ടും അവൻ്റെ ശമ്പളത്തിൽ നിന്നാണ് പിടിക്കുന്നത്. രമ്യ ഇപ്പോൾ പൈസ അടച്ചിട്ട് 1.5 വർഷത്തോളം ആയില്ലേ. അവനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. അവൻ ആരോടും മിണ്ടത്ത് പോലുമില്ല. വീട്ടിലേതിന് പോലും ഇപ്പോൾ പൈസ കടം മേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. രമ്യ ഒരു കാര്യം ചെയ്യും, എങ്ങനെങ്കിലും ആ പൈസ നടത്തി തരണം. ഇത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് അവനറിയാതെ വന്നത്. ഞാനെന്നാ പോവാ. ശരി. എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. 2 വർഷമായി പൈസ തരാൻ പറയാൻ തുടങ്ങിയിട്ട്. മോളെ പഠിപ്പിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കരഞ്ഞപ്പോഴേ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ലോൺ എടുത്തു തന്നത്. എന്റെ കൂട്ടുകാരന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ല, ആ മോടെ മുഖം കണ്ടപ്പോഴേ അവളൊന്ന് പഠിച്ച് രക്ഷപ്പെട്ട ഞാൻ കരുതി. എന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കിട്ട് ശമ്പളം ഉണ്ടല്ലോ, വെറും 700 രൂപ.
അച്ഛന് മരുന്ന് മേടിക്കാൻ തരുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ തയ്യുന്നില്ല. നിങ്ങൾക്ക് ഒന്നും അറിയണ്ടല്ലോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. മോക്ക് ജോലിയായി, കാശ് സൗകര്യമായി, ചെറിയ വീട്ടിൽ നിന്ന് വലിയ വീട്ടിലൊക്കെ താമസം. ഞാനോ ഉറക്കം പോലും ഇല്ല, പൈസ ആയിട്ട് നിങ്ങളുടെ പറഞ്ഞു നടക്കുക. ഞാനേ കൈക്കൂലി മേടിക്കുന്ന പോലീസുകാരനെ ഈ അവസ്ഥ എനിക്ക് വരുത്തില്ലായിരുന്നു. ഞാൻ കൈക്കൂലി മേടിച്ചുണ്ടാക്കിയ പൈസ ഒന്നും അല്ലത്, കഷ്ടപ്പെട്ട പൈസയാ. നിങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസം എന്ന് പറഞ്ഞപ്പം എന്റെ മനസ്സറിവ് തോന്നിയെടുത്ത് തന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്നെ ഇനിയോട് വരുത്തരുത്. എന്റെ എല്ലാ ക്ഷമയും കെട്ടിക്കുക. ഇനിയും ഞാൻ വന്ന ഇതൊന്നും ആയിരിക്കത്തില്ല ഇവിടെ. എന്നെ തനി പോലീസുകാരനാക്കല്ലേ. അപ്പൊ ഞാൻ പോവാ. രഞ്ജിത്തെ, ഞാൻ അങ്ങോട്ട് കാണാൻ വരുമായിരുന്നു. നിന്റെ ആ സാലറി അക്കൗണ്ടിൽ നിന്നല്ലയോ ഹൗസിംഗ് ലോൺ പിടിക്കുന്നത്? അതുകൂടാതെ കഴിഞ്ഞ 10 മാസമായിട്ട് ആ രമ്യയുടെ ലോൺ ആ അക്കൗണ്ടിൽ നിന്നല്ല പിടിക്കുന്നത്. ആകെ കിട്ടുന്ന സാലറി എത്രയാണെന്ന് അക്കൗണ്ട് നോക്കിയാൽ എനിക്കറിയാം. അതിന് ഹൗസ് ലോൺ പോയി കഴിഞ്ഞാൽ എന്തോ കിട്ടുമെന്നുള്ളതും എനിക്കറിയാം. അതിൻ്റെ കൂടി ഈ രമ്യയുടെ ലോൺ കൂടെ പിടിച്ചാൽ നീ എന്തുകൊണ്ട് ജീവിക്കൂടാ? രഞ്ജിത്തെ, ഇതിനൊരു പരിഹാരം കാണണം, എന്നാലേ വീട് ഓടിച്ചുകൊണ്ട് പോകാനൊക്കത്തുള്ളൂ. എന്റെ പൊന്ന് സാറേ, എന്തോ ചെയ്യണമെങ്കിൽ എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മയും മോളുടെ വന്ന് കരഞ്ഞു കാലം പിടിച്ചപ്പോൾ എൻ്റെ നല്ല മനസ്സിനെ എടുത്തു കൊടുത്തതാ. ഇപ്പം ഞാൻ വല്ലയിടത്തും കടമൊക്കെ മേടിച്ചാൽ മുന്നോട്ട് പോകണം. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ. എത്രയും പെട്ടെന്ന് അവരെ പോയി കണ്ട് അടുത്ത മാസം തൊട്ട് അവരെ നേരിട്ട് അടയ്ക്കത്തക്കവണ്ണം ക്രമീകരണം ചെയ്യണം. ഈ സാലറിയെ കയറി പിടിപ്പിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചെയ്യും. ശരി. രമ്യേ, രമ്യേ, ആ മോളുണ്ടായിരുന്നു ഇവിടെ. എന്റെ കാശൊക്കെ മേടിച്ച് വലിയ ഡോക്ടറായപ്പം എന്നെയും മറന്ന് എന്റെ കാശും മറന്നു. എന്റെ കാശപ്പം തരും. സാറേ, ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറി ഞങ്ങളൊന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളൂ. സാറിന്റെ കാശ് ഞങ്ങൾ തരത്തില്ലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. തരാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പയ്യെ ലോണൊക്കെ അടച്ച് തീർക്കാം. മോടെ പഠിപ്പ് മുടങ്ങും പറഞ്ഞ് നീ വീട്ടിൽ വന്ന് കരഞ്ഞപ്പോഴേ നിന്റെ മുഖത്ത് ഈ പുച്ഛമൊന്നും ഞാൻ കണ്ടില്ല. ഇപ്പൊ തന്ന കാര്യം തിരിച്ചു ചോദിച്ചപ്പം പുച്ഛം മേടിച്ചാ കൊടുക്കാൻ പഠിക്കാൻ പാടി. ഒരു വട്ടം കൂടെ എന്നെ വരുത്തിക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞതാ. മോളെ, മോക്ക് പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ ഉള്ളതല്ലേ. മോളുടെ വാണ്ടിലെ ഒപ്പിട്ട് പൈസ മേടിച്ചിട്ട് പോയത്. കാര്യങ്ങളൊക്കെ മോക്കും അറിയാവുന്നതല്ലേ. അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക, വെറുതെ എന്റെ സ്വഭാവം മരദിക്കേണ്ടത്. താനെന്തോടോ സ്ത്രീകൾ മാത്രമാണ് വീട്ടിൽ വന്ന് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? തന്നെ ഞാൻ കാശ് മേടിച്ചോ? എന്റെ കാശും മേടിച്ച് എന്നെ പെരുവഴിയിലാക്കി എന്ത് കുറയ്ക്കണോ നീ? വേണ്ടേ, കാര്യമൊക്കെ കാര്യം. എന്റെ അമ്മയെ തൊട്ടാലുണ്ടല്ലോ, തന്റെ കാശ് തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല. അല്ലെങ്കിൽ തന്നെ നാട്ടുകാരൊക്കെ അതും ഇതും പറഞ്ഞു നടക്കുക താൻ ഇവിടെ കയറി ഇറങ്ങുവാന്ന്. ഇനിയും താൻ ഒന്നുകൂടി ഇവിടെ വന്നാ തനിക്കെതിരെ ഞാൻ പീഡനത്തിന് കേസ് കൊടുക്കും. ഇറങ്ങി പോടോ. എന്താടാ, എന്ത് പറ്റി? എന്താ വിഷമം? സാറല്ലേ പോനെ, കരയാതിരിക്കും. ഒരാൾക്കൊരു ഉപകാരം ചെയ്തതിൻ്റെ പ്രതിഫലം വലിയ നിനക്ക് കിട്ടിയത്. നീ വിഷമിക്കാതെ, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം കാണും. വിഷമിക്കാതെ. രഞ്ജിത്തേ, ഡാ, എന്തൊരു ഉറക്കമാകുന്നു. ഡ്യൂട്ടിക്ക് പോണ്ടേ? ഡാ രഞ്ജിത്തേ, മോനെ, ഡാ, എടാ എണീക്കടാ. അയ്യോ മോനെ, എന്റെ പൊന്നു മോനെ. മോനെ